അതുകൊണ്ട് ഉറക്കെ ഈ രാത്രിയിൽ സ്വലാത്ത് ചൊല്ലുമോ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊരു ഒന്നൊന്നര സ്റ്റേറ്റ്മെന്റ് ആണ്. വല്ലദീന മഅഹു, അത് അബൂബക്കർ സിദ്ദീഖ്. അശിദ്ദാഉ അലൽ കുഫാർ, അത് ഉമർ ഇബ്നുൽ ഖത്താബ്. റുഹമാഉ ബൈനഹും, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. തറാഹും റുക്അൻ സുജ്ജദാ, അത് അലി ഇബ്നു അബീ ത്വാലിബ്. നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഈ 4 വാതിലൂടെ, അല്ലാതെ ഖുർആൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. മുത്തനബിയുടെ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, അബൂജാഹിൽ ഏറ്റവും വലിയ നാശത്തിലാണ്. ഇല്ലല്ലദീന ആമനു, അബൂബക്കർ സിദ്ദീഖ് ഒഴിച്ച്, വഅമിലുസ് സാലിഹാത്ത് ഉമറുൽ ഫാറൂഖ് ഒഴിച്ച്, വതവാസൗ ബിൽ ഹഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒഴിച്ച്, വതവാസൗ ബിസ്സബ്ർ അലി ഇബ്നു അബീ ത്വാലിബ് ഒഴിച്ച്. വിശ്വാസിയുടെ വജ്രായുധങ്ങളെ അവരിലേക്ക് കൽബ് തുറന്ന് യാത്ര ചെയ്യേണ്ട രാത്രിയാണ് ഇന്നത്തെ രാത്രി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റമളാൻ എന്നതിൽ ഒരു നൂനുണ്ട്. റമളാൻ എന്നതിന്റെ അവസാനം അലിഫുന്നൂനുമാണ്. ശഅബാൻ എന്നതിന്റെ അവസാനവും അലിഫുന്നൂനുമാണ്. ഖുർആൻ എന്നതിന്റെ അവസാനം അലിഫുന്നൂനുമാണ്. ഇൻസാൻ എന്നതിന്റെ അവസാനം അലിഫുന്നൂനുമാണ്. ഇഹ്സാൻ എന്നതിന്റെ അവസാനം അലിഫുന്നൂനുമാണ്. ഈ അലിഫ് അഹദിയത്തിന്റെ അലിഫാ, അഹ്മദിയത്തിന്റെ അലിഫാ, ഉൽഫത്തിന്റെ അലിഫാണ്. നൂനോ നൂറിന്റെ നൂനാണ്. അതുകൊണ്ട് പ്രകാശങ്ങളെ നെഞ്ചിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് തൗഹീദിന്റെ രാജപാതയിൽ പതറാത്ത പാദം സ്ഥിരപ്രതിഷ്ഠയോടെ കിട്ടാൻ അർഹമുർ റഹീമീനായ റബ്ബിന്റെ ഔദാര്യത്തിന്റെ വാതിലിൽ ജലാന്ത്രമായ കണ്ണോട് മുട്ടേണ്ട രാത്രിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. ആ നിഷ്കപടമായ നിഷ്കളങ്കമായ വ്യവസ്ഥാപിതമായ തൗബയ്ക്ക് അവസരം കളമൊരുങ്ങുകയാണ്. മനസ്സുകൾ സുസജ്ജമാക്കണേ. ലോകത്തുള്ള കോടികൾ മൊത്ത യാത്രയല്ലേ എങ്ങോട്ടാ യാത്ര? ഭൂരിഭാഗം നരകത്തിൽ, ഇത്തിരി സ്വർഗത്തിൽ. സ്വർഗത്തിൽ ഇത്തിരിയുള്ള ഒത്തിരിയൊന്നുമില്ല. ആ ഇത്തിരിയിലൊന്ന് എത്തിക്കിട്ടണം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ രാത്രി കണ്ടല്ലോ, നരകത്തിലേക്ക് മാറ്റപ്പെട്ട ചവറുകൾ കോടികൾ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുന്ന രാത്രിയാണ്. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട. ഇന്നലില്ലാഹി ഫീ കുല്ലി യൗമിൻ മിൻ റമളാന ഇൻദൽ ഇഫ്താരി അൽഫി അത്തിയത്തിൻ മിനൻ നാർ കുല്ലുഹും ഖദ് ഇസ്തൗജബുൽ അദാബ്. എല്ലാ ദിവസവും കോടികൾ രക്ഷപ്പെടും. ലൈലത്തുൽ ഖദർ ആണെങ്കിൽ പരകോടികളാണ്. ഇന്ന് ലോകത്ത് 200 കോടി 50 ലക്ഷം വിശ്വാസികളുണ്ട്. അതിൽ കുറെ ചവറുകളാണ്. ഇതിൽ കോടികൾ ഇന്നത്തെ രാത്രിയിൽ സ്വർഗത്തിലെത്തും. അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്കുള്ള ലിസ്റ്റിലാക്കി തട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഏതോ അപരാധം കൊണ്ട്, വീഴ്ചകളെ കൊണ്ട്, ഹീനമായ മോഹങ്ങളെ കൊണ്ട്, നീചമായ ചെയ്തികളെ കൊണ്ട് പടച്ച തമ്പുരാന്റെ അധികാരത്തിൽ കത്തിക്കാളുന്ന ബീഭത്സകമായ നരകത്തിലേക്ക് നമ്മൾ എഴുതപ്പെട്ടവരാണെങ്കിൽ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് ലിസ്റ്റൊന്ന് മാറ്റിത്തരണേ റബ്ബേ. ഇല്ല, നരകത്തിൽ കടക്കാൻ കഴിയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറാ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. ഈ ആയത്തിന് മുത്തായ മുസ്തഫ വിശദീകരിക്കുകയാണ്. ഓ വിശ്വാസികളെ, കത്തിക്കാളുന്ന ഭീകരമായ നാരകീയ ജ്വാലയിൽ നിന്ന് നിങ്ങളെയും നിങ്ങളെ അഹ്ലുകാരെയും രക്ഷപ്പെടുത്തിക്കോ. വഖൂദുഹാ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക് എന്താണെന്നറിയോ? അന്നാസ് വൽ ഹിജാറ, അത് മനുഷ്യരും കല്ലുകളുമാ. മനുഷ്യരും കല്ലുകളുമാണ്.
ഒരു സഹാബി എണീറ്റിട്ട് ചോദിച്ചു, ഇത് മാഞ്ഞാളാക്കരുത്, തമാശയാക്കരുത്, ഇത് തറാവിനെ നിയന്ത്രിക്കും പോലെ ആകരുത്. അന്നതായി നിങ്ങൾക്ക് അന്നതായ നമുക്ക് അന്നതായി. നീ ആ മാഞ്ഞാളം പറ്റൂല, ഇനിയുള്ളതൊക്കെ മനസ്സിൽ കൊടുക്കും. ആ നീയത്തും ആദത്തും ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞു, അതൊക്കെ നടന്നോട്ടെ. പക്ഷെ ഇനിയുള്ള ദിവസം ഈ അന്നതായ ഇമാം പറഞ്ഞു കൊടുക്കണ അതായി മൂപ്പം പറഞ്ഞത് അന്നതായി, എന്തോ കറക്കി കൊടുക്കണതാണ് നന്നാരി. അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇനിയുള്ള ദിവസം വേണ്ടത് കണ്ണീരാണ്. എന്താ കാരണം? അള്ളാനെ ഓർത്ത് കരഞ്ഞവൻ നരകത്തിൽ പോകൂല. നബിയുനാ റസൂലുള്ളാഹി. അതാണ്, അത് റസൂലുള്ളാന്റെ വാക്കാണ്, അള്ളാഹു പറയിപ്പിച്ചത്. കണ്ണീരിലൊടുങ്ങാത്ത ഒരു പരിപാടി ഇല്ലല്ലോ. നമ്മള് ബാപ്പാനെ ചവിട്ടി, ഇനി ബാപ്പാന്റെ അടുത്ത് വെച്ച് കുറെ വാചകം അടിച്ചാൽ മാപ്പിരുന്ന് വിചാരിച്ചു നിങ്ങള്. ബാപ്പ, നിങ്ങൾ എന്റെ ബാപ്പയാണ്, ഞാൻ മകനാണ്, ഞാൻ ചവിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പൊരുത്തപ്പെട്ട് തരുമോ? പൊരുത്തപ്പെട്ടു ഇല്ല. നേരെ മറിച്ച് ഒന്നും ഉണ്ടാതെ ബാപ്പാനെ അവിടെ പോയിട്ടൊന്ന് കരഞ്ഞോക്കാണി. ബാപ്പാനെ ചേർത്തി പിടിച്ചിട്ട് തലമ കയ്യും അവൻ സാഹചര്യമാണ്. ഈ സത്യജാ ചെയ്താന്ന് എനിക്കറിയാം, ജിപ്പാന്റെ കുട്ടിയാണ്, കണ്ണീരിന്റെ സ്വാധീനം. നേരെ മറിച്ച് അവിടെ പോയിട്ട് വാചകം അടിച്ചാലോ മോന്താണ്ട് കായും. അതന്നെ തൗബ എന്ന് പറഞ്ഞാൽ കൽബിന്റെ ഒരു ഹാലിനാണ് ശരിക്കും പറയാം. അത് വാക്കുകളില്ലെങ്കിലും തൗബ. മരങ്ങൾക്കൊക്കെ ലോകത്ത് എത്ര വലിയ അത്ഭുതം ഉണ്ടാക്കാൻ കഴിയുന്നറിയോ? 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണൊരുത്തി പാറന്റെ മേലെ കയറിയിട്ട് അള്ളഹാനോട് പറഞ്ഞു, അള്ളാഹു മൈൻകാന ഇന്തൊക്കെ ഔത്തുൻ ഫാഹിസിനി. ഫാഹിസിനാന്നല്ല പറഞ്ഞു, ഫാഹിസിനി എന്നാ പറഞ്ഞു. എന്റെ മോൻക്കും എനിക്കും വെള്ളം തരുന്നെന്ന്. പക്ഷെ അള്ള കൊടുത്ത വെള്ളം അവർക്ക് രണ്ടുപേർക്ക് മാത്രമാണോ? നമ്മളും കുടിക്കണില്ലേ? പെണ്ണിന്റെ ദുആന്റെ ഗൗരവം. ഹാജറ ബീവി ചോദിച്ചത് നമുക്ക് വെള്ളം ചോദിച്ചിട്ടില്ല. ഹാജറ ബീവി പടച്ചവനോട് ചോദിച്ചത് എനിക്ക് വെള്ളം തരണേ റബ്ബേ. പക്ഷേ ആ ദുആക്ക് ഇജാബത്ത് 4000 കൊല്ലമായിട്ടും പടച്ചവൻ നടത്തുകയാണ്. സംസം ഉറവ പൊട്ടുകയാണ്. ഒരു പെണ്ണൊരുത്തി ഖൽബിൽ അള്ളയുണ്ടെന്ന ബോധത്തോടെ നെഞ്ചങ്ങ് പൊട്ടിയാൽ ലോകത്ത് നടക്കുന്ന അത്ഭുതത്തിലേക്ക് സംസം തെളിവാ. ഈ സമയത്ത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം താരങ്ങള്, മുത്തക്കിയുടെ ലക്ഷണങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോ എത്ര നമ്മളെ കൂടെ ഉള്ളത് ഒന്നും ചിന്തിച്ചിട്ടില്ലെങ്കിൽ നീ ചിന്തിക്കാതുണ്ടെങ്കിൽ. മുത്തക്കി എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കണല്ല. അപ്പൊ നിരാഹാര സന്നദ്ധമൊക്കെ വല്ല മുത്തക്കികളാവും. പിറകെ പോയിട്ട് ചെറുനേരങ്ങൾ കുടിക്കുകയാണെങ്കിലും പ്രത്യക്ഷത്തിൽ പള്ളകാലിയല്ല, പലക്ക് മുത്തക്കിങ്ങളാ. മുത്തക്കിക്ക് ലക്ഷണമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന് അയ്യകൂന സാഹിദൻ ഫിൽ ദുനിയാ വറാഗിബൻ ഫിൽ ആഖിറ. രണ്ട് അൻ തകൂന ഹിമ്മത്തുഹു ഫിൽ ഇബാദാത്തി വ തിലാവത്തിൽ ഖുർആൻ. മൂന്ന് അയ്യകൂന ഖലീലൽ കലാം. ഇതാണ് മുത്തക്കിയുടെ ലക്ഷണം. ഇത് മൂന്നില്ലെങ്കിൽ റമളാൻ പട്ടിണിയാണ്. റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ. നബിയുനാ റസൂലുള്ളാഹി. ചിന്തിക്കണേ, ചിന്തിക്കണേ. അയ്യകൂന സാഹിദൻ ഫിൽ ദുനിയാ, അവൻ ദുനിയാവിൽ സാഹിദാകണേ. മുസ്തഫ നബി പറയുകയാണ്, ഇന്ന ഉമ്മത്തി അല്ലമത്തി ദുനിയാ. എന്റെ ഉമ്മത്തെങ്ങാനും ദുനിയാവ് വലുതാണെന്ന് കരുതിയാൽ അവനിൽ നിന്ന് ഊരപ്പെടുന്നതാണ് ഹൈബത്തൽ ഇസ്ലാം. ഇസ്ലാം വലുതാണെന്ന കാര്യം ഊരപ്പെടുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്നബി സല്ലല്ലാഹു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 എന്റെ ഉമ്മത്തെങ്ങാന് ദുനിയാവ് വലുതാണെന്ന് കരുതിയാൽ ദീന് വലുതാണെന്ന ബോധം അവന്റെ കൽബിൽ നിന്ന് പടച്ചവൻ ഊറുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി.
ദീന് വലുതാന്നുള്ള ബോധം പോയാൽ ഈമാനോടെ മരിക്കൂല. അതതിന്റെ കണക്ക്. വേറൊന്നുമില്ല. പൈസ എത്ര ഉണ്ടാക്കാം, കച്ചവടം നടത്താം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കണം, ഇതൊക്കെ നടത്തണ്ടേ. നമ്മളെ കാര്യത്തിന് ഹൗസിന് അവിടെ മുണ്ടിരിക്കാൻ പറ്റുമോ? പൈസ വേണ്ടേ? പക്ഷേ പൈസയാണ് നമ്പർ 1 എന്ന് ആരെങ്കിലും മനസ്സിൽ കയറിയാൽ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ദീന് വലുതാണെന്ന ബോധത്തെ പടച്ചവന് പറിച്ചു കളയുന്നതാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ, ചിന്തിക്കണേ, വിചിന്തനം ചെയ്യണേ. അതുകൊണ്ട് മുത്തഖയുടെ പ്രഥമമായ ലക്ഷണം അയ്യകൂന സാഹിദം ഫിദ്ദുനിയാ വറാഗിബൻ ഫിൽ ആഖിറ. നബിയുന ചിന്തിക്കണേ, ഒന്ന് ദുനിയാവ് വേണം, പക്ഷേ കപ്പലോടാൻ വെള്ളം വേണം. കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറിയാ ദുനിയാവിൽ ജീവിക്കാൻ പൈസ വേണം, പക്ഷെ കൽപ്പിന്റെ ഉള്ളിൽ കയറാൻ പാടില്ല. അതായത് പിന്നെ മുത്തക്കയുടെ ഒരു പ്രധാന ലക്ഷണം ഉണ്ട്, അവിടെ നമ്മൾ പൊട്ടിപ്പോകും. എന്താണെന്നറിയോ? അയ്യക്കൂന ഖലീലൽ കലാമി, കുറച്ചേ സംസാരിക്കുള്ളൂ. ഞാനതിന് പറയാറുണ്ട്, മനുഷ്യ ശരീര രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരയിൽ ഒരു മട ഉണ്ട്. ഒരു മട, അതിലൊരു കിങ്കോബർ ഉണ്ട്, രാജവമ്പാല. അതിനെ പിടിച്ചു വെക്കണം, അതാ നോമ്പ്. രാജവമ്മാനെ കണ്ട സാധാരണ വാവാ സുരേഷിനെ വിളിക്കല്, പക്ഷെ ഇതിനെ പിടിക്കാൻ വാവാ സുരേഷിനെ വിളിച്ചിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ പിടിക്കണം. സത്യത്തില് നാവിനെ പിടിച്ചു വെക്കണതിനെ കുറിച്ച് ഖുർആനിൽ നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നദർത്തുൽ റഹ്മാനി സൗമ, മറിയം ബി നേർച്ചാക്കി നോമ്പ. എന്താണത്? ഫല ഉക്കല്ലിമൽ യൗമൈസി, എന്ന് ആരോടും മിണ്ടൂല. വർത്താനം ചുരുക്കണേന് നോമ്പ് എന്ന് ഖുർആൻ. നമ്മളോ യാ അല്ലാഹ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഇതിന്റെ തഫ്സീർ അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ നരകത്തിൽ മനുഷ്യരുടെ കൂടെ കൂട്ടക്കെട്ടപ്പെട്ട് കരിക്കപ്പെടുന്നത് കല്ലുകളാണെന്ന് പറഞ്ഞപ്പോ ഒരു സഹാബി സടകുടഞ്ഞെഴുന്നേറ്റ് ഞെടുവിടയിൽ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മനുഷ്യരുടെ കൂടെ കരിക്കപ്പെടുന്ന കല്ലുകള് അത് ചെങ്കല്ലാണോ, അത് കരിങ്കല്ലാണോ, അത് ഗന്ധകമാണോ? എന്നെ കേൾക്കുന്ന ഉമ്മമാര്, ശൈഖുനാ ബാപ്പു ഉസ്താദിന്റെ കനപ്പെട്ട പ്രാർത്ഥനക്കും വിലപ്പെട്ട വാക്കുകൾക്കോ ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയോടെ സമയമെണ്ണി കാത്തിരിക്കുന്ന മുതഅല്ലിമീങ്ങളെ, പണ്ഡിതന്മാര്, ഈ മുതഅല്ലിം ഇടയിൽ 2 വാക്ക് പറയുമ്പോൾ ഒന്ന് ഉള്ളിലേക്ക് കയറി വരണേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ ചോദിക്കുകയാ, നരകത്തിൽ വെച്ചുകൊണ്ട് കരിക്കപ്പെടുന്ന കല്ലുകള് അത് ചെങ്കല്ലാണോ, കരിങ്കല്ലാണോ, ഗന്ധകമാണോ? മുത്തുനബിയുടെ പ്രതികരണമാണ്, ചെങ്കല്ലല്ല. കാരണം ചെങ്കല്ല് പെട്ടെന്ന് കെട്ടുപോകുന്നതാണ്, അത് ആളിപ്പടരുന്നതല്ല. എന്നാൽ കരിങ്കല്ല് പെട്ടെന്ന് കെട്ടുപോകൂല. എന്നാൽ ഗന്ധകമുണ്ട്, അതിന്റെ പ്രത്യേകത അത് കത്തിക്കിട്ടിയാൽ അതിന്റെ ഉള്ളിൽ ഒന്നൊരു വിഷവായു പുറത്തു വരാറുണ്ട്. അതുകൂടെ അങ്ങ് ഇറച്ചിയിലേക്ക് ചേർന്നാൽ ഇറച്ചിയുമായി ചേർന്ന് കത്തുന്ന സാധനമാണ് ഗന്ധകം. മനുഷ്യന്റെ കൂടെ കെട്ടിയിട്ട് കുത്തിയിട്ട് കരിക്കപ്പെടുന്ന കല്ലുകള് മനുഷ്യന്റെ ഇറച്ചിയോട് ഒട്ടി നിൽക്കുന്ന ഗന്ധക കല്ലുകളാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കേട്ട് ആ സദസ്സിൽ നിന്ന് സ്വഹാബാക്കൾ ബോധം കെട്ടി വീഴുകയാ, ഒരാൾ മരിച്ചു പോവുകയാ. കാരണം അസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ ഫീ സമൂമി വഹമീം വദില്ലിൻ മിൻ യഹ്മൂ ലാ ബാരിദിൻ വലാ കരീം إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون إذا متنا وكنا ترابا وعظاما إنا لمبعوثون. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയയിൽ പടച്ചവൻ പറയുകയാ, ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന വിഭാഗമില്ലേ, അവർ കഠിന കഠോരമായ വിഷക്കാറ്റിലാണ്, വഹമീ കത്തിപ്പൊള്ളുന്ന ചുടുവെള്ളത്തിലാണ്. കുലുങ്ങുന്നു കൊടുക്കും.
തിന്നത് നമ്മൾ വേസ്റ്റാക്കി ഒഴിവാക്കണം. ചിലി ഭരണത്തോട്ടല്ല, നല്ല കനത്തിൽ ദമ്മിൽ വീണ് ഇടുന്നോട്ടെ. നിങ്ങളും പഠിച്ചവനും മാത്രം അറിയും. ഇത്തക്കുന്നാറ വലോപിശക്തി തമ്പ്രാഹ, ഒരു കാരക്കയുടെ ചീടുകൊണ്ടെങ്കിലും കത്തിക്കാളുന്ന നരകത്തെ സൂക്ഷിക്കുക എന്ന ഹദീസിനെ ഈ രാവിൽ നിങ്ങളാൽ കഴിയുന്ന ഒരു വലിയ സംഭാവന കൊടുത്തുകൊണ്ട്, അതിൽ ക്ഷേമം വേണം, ഐശ്വര്യം വേണം, സൗകര്യം മാറണം, സ്വർഗം കിട്ടണം, നരകത്തെ രക്ഷപ്പെടണം, കടങ്ങൾ വീടണം, എല്ലാ നിയത്തിലും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് സാസിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ من ثنيات الوداع وجب الشكر علينا ما دعا لله داع. ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മാത്രമല്ല, ഈ രാത്രിയിൽ കടഞ്ഞെടുക്കപ്പെട്ട ആളും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി തരും. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദുആ 25 രാവ്, മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, ആഫിലീങ്ങളുള്ള സദസ്സ്, പാതിരാവിനോടും കിന്നാരം പറയുന്ന സമയം. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ നമ്മളൊക്കെ സെക്രട്ടറിയാണ്, എല്ലാവരും സെക്രട്ടറി. സ്ഥാപനത്തിന് മാത്രമല്ല, ഉമ്മത്തിന്റെ സെക്രട്ടറിയാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവരെ തന്നെ നമുക്ക് കിട്ടിയ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒറ്റ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ആയത്തിന്റെ തഫ്സീർ കേട്ടുകൊണ്ട് ആ സദസ്സിൽ കിടന്ന് പെടഞ്ഞ് മരിച്ചു ഒരു സ്വഹാബി. അതാണ് ഉള്ളിന്റെ ഉള്ളിലേക്ക് കിടിലം കൊള്ളുന്ന സൽസല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അലിഫിലാമിന്റെ ഉള്ളിൽ കയറി മുഅ്മിന്റെ ലക്ഷണം പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് വജിലുണ്ടാവുന്ന. വജില് ഖൗഫിന്റെ മേലെയാണ്. ഖൗഫ് ഏത് ലോക്കൽ മനുഷ്യനുണ്ടാവും. ഖുശൂ ആലിമിന്റെ കുത്തകയാണ്. ഇന്നമാ യഖ്സല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. വജില് അലിഫിലാമിന്റെ ഉള്ളിൽ കയറിയ മുഅ്മിന്റെ ഏറ്റവും വലിയ അവകാശമാണ്. ഇന്നമൽ മുഅ്മിനൂൻ. പിന്നെ മൗസൂലിയ അല്ലദീന ഇദാ ദുകിറല്ലാഹ്, വജിലുണ്ടാകും. ഈ രാത്രിയിൽ അതാണ് വേണ്ടത്. ഈ രാത്രിയിൽ വേണ്ടത് മാഞ്ഞാളമല്ല, കേവലമായ പിരിവിന്റെ. ഞങ്ങളെപ്പോലോത്തവർ പാതിരാവിൽ ബക്കറ്റ് നീട്ടി പിരിവിന്റെ ഒരു കണ്ണുനീര് ചെറുത്താറുണ്ട്. അതുമല്ല വേണ്ടത്. അധികാരിയായ റബ്ബേ, എന്റെ ശരീരത്തിൽ 1,00,000 കിലോമീറ്റർ നരമ്പുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ 1,00,000 കിലോമീറ്റർ നീളുന്ന നരമ്പുണ്ട്. ഇതിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്. ഈ ബ്ലഡ് സർക്കുലേഷൻ നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, ബാപ്പയല്ല, ഉമ്മയല്ല, കമ്മിറ്റിക്കാരല്ല, സംഘാടകരല്ല. അത് റബ്ബാണ്, റബ്ബാണ്. എന്റെ നിങ്ങളുടെയും ശരീരത്തിന്റെ ഉള്ളിൽ 260 ചില്ലാൻ തരം എല്ലുകളാണ്. ഈ എല്ലുകൾ ഉണ്ടാക്കിയത് ബാപ്പയല്ല, ഉമ്മയല്ല, അള്ളയാണ്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നമുക്ക് കാലിന്റെ ആവശ്യമില്ല, കൈയിന്റെ ആവശ്യമില്ല. അത് ദുനിയാവിൽ വന്നാൽ ആവശ്യമുള്ള സാധനമാണ്. പക്ഷേ നേരത്തെ തന്നെ ഫിറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞേക്കുകയാ. അല്ല എങ്ങാനും ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് സ്ട്രക്ചർ മാത്രമേ ഞാൻ ചെയ്യൂ, ആ മൂക്കും കണ്ണും കാലും കയ്യും ഒക്കെ ബാപ്പയും ഉമ്മയും ഫിറ്റ് ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചാൽ മക്കൾക്ക് എവിടെ നിന്നാണ് മൂക്ക് കൊടുക്കുക? കൊറിയൻ മൂക്ക്. അതാ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? അമേരിക്കൻ കണ്ണ് വാങ്ങാൻ പറ്റുമോ? ജപ്പാൻ കാല് വാങ്ങാൻ പറ്റുമോ? മോനെ കാല് തന്ന റബ്ബില്ലേ, കണ്ണ് തന്ന റബ്ബില്ലേ, മൂക്ക്
നിനക്ക് തന്ന റബ്ബില്ലേ, എല്ലുകൾ ഉണ്ടാക്കിയ റബ്ബില്ലേ, എടാ പൊന്നുമോനെ എന്റെയും നിന്റെയും മുഖമില്ലേ അല്ലാ എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ രൂപത്തിലാ. മൂക്ക് എന്നത് അലിഫാണ്, രണ്ട് ലാമ് തിരിച്ചിട്ടതാണ്, രണ്ട് കൺപടങ്ങളെങ്കില് ചുണ്ട് ഹ ആണ്. ഇത് കൂട്ടി വായിച്ചാൽ അല്ലാ എന്നാണ് വായിക്കുക. അതുകൊണ്ടാണ് മുഖത്ത് അടിക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായി പ്രേരിപ്പിക്കപ്പെട്ടത്. എന്റെയും നിന്റെയും ശരീരം ഉണ്ടാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അക്ഷരങ്ങളെ കൊണ്ടാ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് 24 അക്ഷരങ്ങളാ. രണ്ട് കയ്യിൽ 10 വിരലാണ്, രണ്ട് കാലിൽ 10 വിരലാണ്, രണ്ടും കൂടെ കൂടിയാൽ 20 ആണ്. ഒരു കൈ 21, രണ്ടാമത്തെ കൈ 22, രണ്ട് കാല് 2, രണ്ടും കൂടെ കൂട്ടിയാൽ 24. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, അല്ലാഹുവിനെയും റസൂലിനെയും തപ്പാൻ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. അത് തിരിച്ചറിയേണ്ട രാത്രിയാണ് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്ന് മറക്കണ്ട. കാരണം ആരുമില്ലാതെ ആരാന്റെ തോളിലേറി ആരാല്ലാത്ത 6 അടിയുടെ ആഴിയിലേക്ക് 6 കാലുള്ള കട്ടിലിൽ കയറി ഇന്നല്ലെങ്കിൽ നാളെ മൂക്കിലൽപ്പം പഞ്ഞുമായി നാട് കടന്നു വിടുമ്പോ പൊന്നുമോനെ ഖബറിന്റെ അകത്ത് ചോദിക്കുന്നത് A+B ആൾ സ്കോർ എന്നതല്ല, ഫിസിക്സ് അല്ല, കെമിസ്ട്രി അല്ല, ബയോളജി അല്ല. ഖബറിൽ ചോദിക്കുന്നത് ബിഗ് ബാങ് തിയറി അല്ല, ഖബറിൽ ചോദിക്കുന്നത് മൻ റബ്ബുക എന്നാണ്. 60 കൊല്ലം ജീവിച്ചിട്ട്, 80 കൊല്ലം ജീവിച്ചിട്ട്, 50 കൊല്ലം ജീവിച്ചിട്ട്, 40 കൊല്ലം ജീവിച്ചിട്ട് പൊന്നുമോനെ പടച്ച തമ്പുരാനെ കുറിച്ച് കൃത്യമായ അവബോധമില്ലെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിലാണ് ഖബർ മുതൽ തുടങ്ങുക എന്നെങ്കിൽ ഇതുവരെ നഷ്ടപ്പെട്ട ഗതകാല ജീവിതത്തെ തിരിച്ചു പിടിക്കാനാ റമദാൻ, തിരിച്ചു പിടിക്കാനാ ലൈലത്തുൽ ഖദർ, തിരിച്ചു പിടിക്കാനാ സദസ്സുകള്, തിരിച്ചു പിടിക്കാനാ ബാപ്പു ഉസ്താദ് വന്നിട്ടുള്ളത്, തിരിച്ചു പിടിക്കാനാ സംഘം ചേർന്നിട്ടുള്ളത്, തിരിച്ചു പിടിക്കാനാ മനം പൊട്ടേണ്ടത്, തിരിച്ചു പിടിക്കാനാ സദഖ കൊടുക്കുന്നത്, തിരിച്ചു പിടിക്കാനാ സൗമ, തിരിച്ചു പിടിക്കാനാ പൊന്നുമോനെ തറാവീഹ്. സൃഷ്ടിച്ച റബ്ബിലേക്ക് കേളിച്ച് മടങ്ങാനാണ് ഈ സദസ്സും, ഈ ഇരുത്തും, ഈ പറച്ചിലും, ഈ കേൾവി അനുഭവം, ഈ സംഭാവനയും, ഈ സംഘാടനവും, ഈ സംഗമവും, ഈ സന്തോഷവും അല്ലാഹു ആ തരത്തിൽ സുഹൃതമായി സ്വീകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക് ഒരു മിനിറ്റ് ഈ പാവപ്പെട്ട മുത്തഅല്ലിമിന്റെ കൂടെ ഒന്ന് വരണേ. ഔലിയാക്കളെ ഭാഷയിൽ ലൈലത്തുൽ ഖദർ മുത്തനബിയാ പൊന്നുമോനെ. കാരണം ലൈലത്തുൽ ഖദർ അഷ്റഫുൽ ഖൽഖല്ല, കഅബ ശരീഫ് അഷ്റഫുൽ ഖൽഖല്ല, ലൈലത്തുൽ ഖദറിൽ ഇറങ്ങുന്ന ജിബ്രീൽ അഷ്റഫുൽ ഖൽഖല്ല, മറ്റു കോടാനുകോടി മലക്കുകൾ അഷ്റഫുൽ ഖൽഖല്ല. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫയാണെങ്കിൽ ഔലിയാക്കൾക്ക് ഏറ്റവും വലിയ ലൈലത്തുൽ ഖദർ, ഔലിയാക്കളുടെ ഈദ്, ഔലിയാക്കളുടെ ഖുർആൻ, ഔലിയാക്കളുടെ സർവ്വം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്. തുമീ फर्श से अर्श तक जाने वाले, तुम्ही निअमते रब से दिलवाने वाले, मदीने के ज़ाहिर ज़रा तो संभलना, सवारी से अपनी तो जिस धम निकलना, सरकनों का के जानने वाले. എല്ലാ സമ്മാനവും കൊണ്ടുവന്നത് മുത്തു മുസ്തഫയാണ്. അതുകൊണ്ട് 25-ാം പവിത്രമായ സ്വർഗീയ ഭൂമികയിൽ നിന്ന് ഒരു 3 സ്വലാത്ത് കൊണ്ട് ബാപ്പു ഉസ്താദിന് ശൈഖുനാക്ക് ഞാൻ കൈമാറുകയാണ്. ഈ മുതഅല്ലിമിന്റെ വണ്ടിയിൽ നിങ്ങളൊന്ന് കയറുമോ? മദീനയിലേക്കുള്ള മർക്കബ് സ്വലാത്താണ്. സ്വലാത്ത് എന്നത് സിലത്തിൽ നിന്ന് വന്നതാണ്. ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും ലീഡറോട് ബന്ധം സ്ഥാപിക്കാതെ ഈ ലോകത്ത് സുരക്ഷിതത്വമില്ല, പരലോകത്ത് ക്ഷേമമില്ല. അതിന്റെ സുപ്രധാന സൗഭാഗ്യ സുഹൃതം സ്വലാത്താണ്. അതുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ്
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه برحمتك يا أرحم الراحمين. دعاء وصية والسلام عليكم.